ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കോ നിങ്ങളെയോ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണ്. കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. കരയാം, നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം. ചിരിക്കാം, നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ മാത്രം. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുകയോ ചെയ്യരുത്. മനുഷ്യൻ രണ്ടു കാര്യങ്ങളിൽ നിസ്സഹായനാകുന്നു. ഒന്ന്, ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല. ജീവിതത്തെ അളക്കുന്നത് നാം എടുക്കുന്ന ശ്വാസത്തിന്റെ എണ്ണം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ശ്വാസം നിലയ്ക്കുന്ന ചില നിമിഷങ്ങൾ കൊണ്ടാണ്. വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത്. അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. സ്നേഹിക്കുന്നില്ല എന്ന് നടിക്കുന്നത് പൊതുവെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ ശീലമാണ്. അതൊരു വൈകാരിക പ്രതിരോധ രീതിയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ അതത് സമയങ്ങളിൽ ചെയ്തു തീർത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ഓർക്കണം. മറ്റുള്ളവരെ വിലമതിക്കാതെ ഞാൻ എന്നെ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന ശീലം പരാജയപ്പെടുന്നവരുടെ ഒരു മോശം ഗുണമാണ്. ഇങ്ങനെയുള്ളവരെയാണ് സമൂഹം വില കുറച്ച് കാണുന്നത്. ഹൃദയം നല്ലൊരു കൃഷിയിടമാണ്. അവിടെ എന്തു വേണമെങ്കിലും നടാം. സ്നേഹം, വെറുപ്പ്, ഭയം, പ്രത്യാശ, പ്രതികാരം, അസൂയ എല്ലാം നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും. എന്തു കൊയ്തെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. കഠിനമായ വഴികൾ ഒരുപാടുണ്ടാകും, മുറിവുകൾ ഉണ്ടാകും, തളർന്നു പോയെന്നിരിക്കും. പിന്മാറാതിരിക്കുക, സമയമെടുക്കും, പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കില്ല. ശരികൾ പിന്തുടരുക, തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് ദൃഢനിശ്ചയമെടുക്കുക. ചെയ്ത തെറ്റുകൾ തിരുത്താനോ പ്രായശ്ചിത്തം ചെയ്യുവാനോ ഈ നിമിഷത്തിൽ കഴിയുമെങ്കിൽ എത്രയും വേഗം അങ്ങനെ ചെയ്യുക. ഒറ്റയ്ക്കായിരിക്കുക എന്നതിനെ ഭയപ്പെടരുത്. കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്. ചിലരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ചിലരെ ഒരായുസ് മുഴുവൻ കൂടെ ഉണ്ടായാലും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. സുന്ദരിയായ സ്ത്രീകൾ അപൂർവമായി സന്തോഷവതികളായിരിക്കും. ബുദ്ധിയുള്ള പുരുഷന്മാർ അപൂർവമായി സുന്ദരന്മാരുമായിരിക്കും. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മെ മാറ്റി നിർത്തിയേക്കാം. മനസ്സിലെ മുൻഗണന മാറുമ്പോൾ സ്ഥാനത്തിന് മാറ്റം വരാം. ആരുടെയും മുന്നിൽ വ്യക്തിത്വം അടിയറവ് വെക്കരുത്. നമ്മുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ കഴിയണം. സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ്. കാരണം ഒരാളെ സന്തോഷിപ്പിക്കാനും അതിനേക്കാൾ സങ്കടപ്പെടുത്താനും സ്നേഹത്തിനേ കഴിയൂ. നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുക. നിങ്ങൾ സ്ഥിരമായി നൽകുന്ന പരിശ്രമത്തിൽ നിന്നാണ് വിജയമുണ്ടാകുന്നത്. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല. നമ്മൾ വിജയിക്കുകയാണെങ്കിൽ യഥാർത്ഥ ശത്രുക്കളെയും വ്യാജ സുഹൃത്തുക്കളെയും സമ്പാദിക്കും. എന്ത് തന്നെയാണെങ്കിലും വിജയിക്കുക. ഏതു നേരവും നമ്മൾ ഒരു വ്യക്തിയെ വിലയിരുത്തിക്കൊണ്ടിരുന്നാൽ അവരെ സ്നേഹിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ഏതൊരാൾക്കും തുടക്കത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ ഏതൊരു ചെറിയ കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയും. മടിയുള്ള ഒരു വ്യക്തി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയും മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വർഷവും പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചേക്കാം. എന്നാൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ബാല്യകാല സൗഹൃദങ്ങൾക്ക് പകരമായി മറ്റൊന്നും ഉണ്ടാകില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മറ്റൊരാളെ സ്നേഹിക്കുന്നത് കാണുന്നതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്ന്.
ഒരു കുട്ടിക്ക് ഒരു മുതിർന്ന വ്യക്തിയെ 2 കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. 1, ഒരു കാരണവുമില്ലാതെ സന്തുഷ്ടനാകുക. 2, എപ്പോഴും എന്തെങ്കിലും തിരക്കിലായിരിക്കുക. ചുറ്റിലും 1000 പേരുണ്ടായിട്ടും അവർക്കിടയിൽ നമ്മെ തിരയാൻ ഒരാളുണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക, നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ മാറ്റും. വലിയ സ്വപ്നങ്ങൾ കാണുകയും പരാജയപ്പെടാനുള്ള ധൈര്യം നേടുകയും ചെയ്യുക. പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം സ്വയം തിരിച്ചറിയുവാനും ഉയർന്നു വരുവാനും നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും നമ്മോടൊപ്പം നിൽക്കുന്നവരെയും കണ്ടെത്താൻ കഴിയുക. ജീവിതത്തെ ഒരു ഓട്ട മത്സരത്തിനോട് ഉപമിക്കാം. പക്ഷേ വിജയിയാകുന്നത് ആദ്യം ഓടിയെത്തുന്നവരല്ല, അവസാനം വരെ ഓടുന്നവരാണ്. ഒരു പുരുഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായവും സ്നേഹവും പരിഗണനയും ആത്മാർത്ഥതയും കാട്ടിയിട്ടുണ്ടെങ്കിൽ ആ പുരുഷനെ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾക്ക് തീരാ ദുഃഖമാണ്. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് അണയാത്ത വിളക്കാകുക. അല്ലാത്തവർ വിളക്കാകും, പക്ഷേ വെളിച്ചമുണ്ടാകില്ല. ത്തിലുള്ള സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന. ഒരിക്കലും ഒരാളെയും നമ്മുടെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കരുത്. കാരണം നമ്മുടെ സ്നേഹം അവരുടെ ജീവിതത്തിൽ ഒന്നുമല്ലായിരുന്നു എന്നറിയുമ്പോൾ അത് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും. നിങ്ങൾക്കുള്ള സമയം പരിമിതമാണ്, അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. ജീവിതം സുന്ദരമാണ്, അത് പക്ഷേ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം അനുസരിച്ചാണെന്ന് മാത്രം. എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാനുള്ള ഒരു പളുങ്കു പാത്രമാണ് ജീവിതം. നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾക്കിടയിൽ യഥാർത്ഥ സ്വഭാവം പരസ്പരം മനസ്സിലാക്കണം. ചിലപ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, പക്ഷെ കൂടെ നിന്നാൽ അവരെന്നും ഉണ്ടാകും. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ളവർക്ക് പരാജയങ്ങളെ ഭയപ്പെടേണ്ടതില്ല, ഒപ്പം പ്രതിസന്ധികളെയും. ഒരാൾക്ക് നമ്മളോട് സ്നേഹമുണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു നിമിഷം പോലും വേണ്ട. നന്മകൾ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും തയ്യാറാകുന്നവരുടെ വിമർശനങ്ങൾ അർത്ഥവത്തായിരിക്കും. നാം അങ്ങനെയുള്ളവരായി മാറണം. ഓരോ ദിനവും പരസ്പരം നന്മ ചെയ്ത് ജീവിക്കുക. നിങ്ങൾക്ക് ലഭിച്ച ജീവിതം ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് നന്മയുടെ പാതയിലൂടെ മുന്നോട്ടു പോവുക. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. ഒരു പക്ഷേ അവർക്കതിൽ വിജയിക്കാനും കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യന്റെ കണ്ണുനീരുണ്ടാകും. ഒരു ദുരന്തം സംഭവിച്ചതിൽ കരയരുത്, പകരം അത് അവസാനിച്ചതിൽ ആശ്വസിച്ച് പുഞ്ചിരിക്കുക. പരാജയങ്ങൾ ഒരു പാഠമാണ്. ജീവിതത്തെ പരാജയത്തിലൂടെ പഠിക്കുന്നവരാണ് അതിനെ മൂല്യമുള്ളതാക്കി തീർക്കുന്നത്. പലരും ചിരിച്ചു ജീവിക്കുന്നത് എല്ലാം തികഞ്ഞതുകൊണ്ടല്ല, ഉള്ളു കരയുമ്പോഴും മുഖത്ത് ചിരി വരുത്താൻ പഠിച്ചത് കൊണ്ടാണ്. ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക, പകരം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. പ്രതികൂല സാഹചര്യത്തിലും സ്നേഹത്തിന്റെ ഒഴുക്കിന് തടസ്സമില്ലെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പോൾ കൈവെള്ളയിലുള്ള ഒരു ചെറിയ നിമിഷം മാത്രമാണ് ജീവിതമെന്ന് തിരിച്ചറിയുക. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ എപ്പോഴും ഓർക്കുന്നത് അവൾ ഏറ്റവും സുന്ദരിയായതുകൊണ്ടല്ല, മറിച്ച് അവളുടെ ഹൃദയം മനോഹരമായതുകൊണ്ടാണ്. ഓരോ ദിവസങ്ങളും ജീവിതത്തിലെ പുതിയ അധ്യായങ്ങളാണ്. സ്നേഹത്തിന്റെയും കരുതലിന്റെയും നന്മയുടെയും ലോകമാകട്ടെ ഓരോ ദിനങ്ങളും. വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും, എന്നാൽ വേദനിക്കുന്നവർക്ക് അത് എത്ര ആഴത്തിൽ അനുഭവപ്പെടുമെന്നോ എങ്ങനെ ഉരുക്കിത്തീരുമെന്നോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരിക്കൽ അഭിനയിച്ചു തുടങ്ങിയാൽ പിന്നീട് അങ്ങോട്ട് ജീവിതാവസാനം വരെ അഭിനയം മാത്രമാകും. കൈമുതൽ ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ്.
ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതൊന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് കഴിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ ചിന്തകൾ ശരിയാണ്. ചിന്തയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ജീവിതവും സമയവും. ജീവിതം സമയം നന്നായി ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. സമയം നമ്മെ ജീവിതത്തിന്റെ മൂല്യം പഠിപ്പിക്കുന്നു. തർക്കങ്ങളെക്കാൾ നല്ലത് ഒഴിഞ്ഞു മാറലുകളാണ്. നിങ്ങളുടെ പിൻഭാഗങ്ങൾ അവരുടെ വിജയമായി മറ്റുള്ളവർ കരുതട്ടെ. അവഗണിക്കുന്നവരെ അതിൽ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നിങ്ങളുടെ പരാജയത്തിന്റെ ആദ്യ ചുവട്. എന്തു പ്രശ്നം മുന്നിൽ വന്നാലും മനസ്സിൽ ആദ്യം എത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നിങ്ങൾ വിജയപാതയിലാണ്. ഞാൻ നിസ്സാരനാണ്, എനിക്കൊരു കുഴപ്പവുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പലതവണ തോൽക്കേണ്ടി വരും. എല്ലാത്തിലും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. അസാധ്യമായതിനെ സാധ്യമാക്കുന്നിടത്താണ് വിജയം. നിങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല. ഇന്നലെ വരെ എന്തു ചെയ്തു, എങ്ങനെയായിരുന്നു എന്നതല്ല, ഇന്ന് ഈ നിമിഷം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. സംഭവിച്ച തെറ്റുകൾ തിരുത്താനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും ബുദ്ധിമുട്ടുകൾ മാത്രം കാണുന്നവർക്ക് അവസരങ്ങളെ അനുകൂലമായി പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. ചിന്തിക്കുക, പ്രശ്ന പരിഹാരത്തിന് എപ്പോഴും ഒരു പുതിയ വഴി മുന്നിലുണ്ടാകും. അത് കണ്ടെത്തുക. അതായിരിക്കും ജീവിത വിജയത്തിന് ആധാരം. ജീവിതത്തിലെ നേട്ടങ്ങൾ മാത്രം വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സംതൃപ്തനായിരിക്കും. എന്നാൽ ജീവിതത്തിൽ ഇല്ലാത്തതിനെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മതിയാകില്ല. ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരാളോട് അപേക്ഷിക്കാൻ നിൽക്കരുത്. ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളെ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറായാലും ഉറപ്പായും വീണ്ടും ഉപേക്ഷിക്കും. പരാജയം എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, അതൊരു തുടക്കമാണ്. ആത്മവിശ്വാസമുണ്ടെങ്കിൽ പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചാലും വിജയത്തിന്റെ മധുരം നുണയ്ക്കാം. ജീവിതത്തിൽ ഒരാൾക്കെങ്കിലും പ്രതീക്ഷയാവാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമാകും. സ്നേഹം ഒരിക്കലും ചോദിച്ചു വാങ്ങുന്നതിലൂടെ ലഭ്യമാകുന്നില്ല, അത് ലഭിക്കുന്നത് നൽകുന്നതിലൂടെയാണ്. നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്നതിനെ അല്ല, നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കുന്നതിനെ പിന്തുടരുക. അഹങ്കാരവും അഹംഭാവവുമുള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല. നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക. നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരു അവസരം തരും. സൂക്ഷിച്ചു വെക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരവും കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല. മനസ്സമാധാനം ഒരിക്കലും നമ്മളെ തേടി വരില്ല, കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ്. മനസ്സമാധാനം നേടണമെങ്കിൽ ആരെയും അമിതമായി സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല. എത്ര വലിയ പ്രശ്നത്തിൽ പെട്ടാലും മനഃശക്തി കൈവിടാതിരിക്കുക. കാരണം പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിന്റെ ശക്തിയില്ലായ്മയാണ് നമ്മളെ തളർത്തുക. നമുക്ക് വിലയില്ലാത്ത ഇടങ്ങളിൽ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ്. അത്തരം ഇടങ്ങൾ ധീരമായി ഉപേക്ഷിക്കുക, അന്തസ്സായി ജീവിക്കുക. സമൂഹം നന്നാവണമെങ്കിൽ വ്യക്തികളിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കണം. സ്വയം നന്നാവുക എന്നതാണ് നന്മയുടെ ആദ്യ പാഠം. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്, പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതമാണ്. കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ ഓരോ ദിവസവും നമ്മൾ സഞ്ചരിക്കുന്നു. നമ്മൾ മാറുമ്പോൾ നമ്മോടൊപ്പം മാറുകയും നമ്മൾ തലയാട്ടുമ്പോൾ നമ്മോടൊപ്പം തലയാട്ടുകയും ചെയ്യുന്ന ഒരു സുഹൃത്തിനെ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ നിഴൽ സുഹൃത്തിനേക്കാൾ നന്നായി അത് ചെയ്യും.
ചിലരോട് നമ്മൾ കാണിക്കുന്ന അമിത സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം തന്നെയാവാം ചിലപ്പോൾ അവർ നമ്മെ സംശയത്തോടെ വലിച്ചെറിയാനുള്ള കാരണമാകുന്നത്. ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചത് പോലും നമ്മളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടങ്ങുക. അധ്വാനത്തിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. സ്വപ്നം കാണാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും നമുക്കുണ്ട്. അതിന് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതി. പഠനങ്ങൾ പറയുന്നത് തങ്ങളോട് നിരന്തരം സംസാരിക്കുന്നവരെക്കാൾ തങ്ങളെ അവഗണിക്കുന്നവരെയാണ് സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക. സ്വയം പഴി പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ജീവിതത്തിൽ എപ്പോഴും ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുക. അത് കുടുംബ ബന്ധങ്ങളാകട്ടെ, സുഹൃത്ത് ബന്ധമാവട്ടെ, സ്നേഹബന്ധമാവട്ടെ, മൂല്യം നൽകുന്തോറും അടുപ്പവും സ്നേഹവും ബഹുമാനവും വർദ്ധിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാരാണെങ്കിലും മിക്ക മനുഷ്യർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതിനാൽ നമുക്ക് ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കണം. അസൂയ, പ്രതികാരം, വെറുപ്പ്, ഭയം, സ്നേഹം ഇവയുടെ ഒക്കെ ഏറ്റവും നല്ല കൃഷിയിടമാണ് ഹൃദയം. അതിനാൽ ഇതിൽ ഏത് വിതയ്ക്കണം, എന്ത് കൊയ്യണം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. നമ്മൾ ധനികനോ കുലീനനോ കഴിവുള്ളവനോ വിദ്യാസമ്പന്നനോ ആരുമായിക്കോട്ടെ, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് അടിസ്ഥാനമാക്കിയാണ് നമുക്കുള്ളിലെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. ഒരു വാതിൽ അടയ്ക്കുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. പക്ഷേ പലപ്പോഴും നിങ്ങൾ അടച്ച വാതിലിലേക്ക് നോക്കി സമയം കളയും. നിങ്ങൾക്കായി തുറന്ന വാതിൽ കാണുകയുമില്ല. എല്ലാം ശരിയാവുമെന്ന ഒറ്റ വാക്കിന്റെ ബലത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ടു പോകുന്നത്. നഷ്ടത്തിൽ ശ്രദ്ധയൂന്നിയാൽ ദുഃഖിച്ചിരിക്കാം, എന്നാൽ പാഠത്തിൽ ശ്രദ്ധയൂന്നിയാലോ നിങ്ങൾക്ക് വളരാം. ആദ്യം ക്ഷമ ചോദിക്കുന്നവനാണ് ഏറ്റവും ധീരൻ. ആദ്യം ക്ഷമിക്കുന്നവനാണ് ഏറ്റവും ശക്തൻ. ആദ്യം മറക്കുന്നവനാണ് ഏറ്റവും സന്തുഷ്ടൻ. ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ച് നല്ലൊരു അവസാനം രൂപപ്പെടുത്താൻ കഴിയും. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട്. ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കണം. എല്ലാത്തിലും വിദഗ്ധരായി ആരും തന്നെയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാവേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അറിവും ത്യാഗവും കഠിനാധ്വാനവും നിരന്തര പ്രയത്നം ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥതയുമാണ് വിജയം. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവും ഒന്നും സ്ഥിരമാവണമെന്നില്ല. എല്ലാം മാറി മാറി വരുന്നു. ആർക്കും സമ്മാനിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ പുഞ്ചിരി. ഏതൊരു കർമ്മവും വാക്കും അത് എത്ര നിസ്സാരമായാലും മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് പുണ്യവും അമൂല്യവുമായി മാറുന്നു. ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് ചിരിക്കുമ്പോൾ നിങ്ങളെ നോക്കി ആരാണ് ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോട് അഗാധമായ അടുപ്പമുണ്ട്. നമ്മുടെ ജീവിതം നല്ലതോ ചീത്തയോ എന്നത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതല്ല. നമ്മുടെ മുൻപിലുള്ള ജീവിതം നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ കാണുന്നത് പോലെ മറ്റുള്ളവരും നമ്മളെ കാണും എന്ന് കരുതുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം. ഓർമ്മകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ നാം കരഞ്ഞതോർത്ത് ചിരിക്കും, ചിരിച്ചതോർത്ത് കരയുകയും ചെയ്യും. എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ ശേഷിക്കുന്ന ജീവിതം മുഴുവനും അതിനു വിലയായി നൽകേണ്ടതില്ല. ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമം ഇതാ: കഠിനമായി തോന്നുന്ന ഒരു പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല. ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രമാണ്. എല്ലാ കാര്യങ്ങളിലും വിജയം എന്നൊന്നില്ല. പരാജയവും ഒരു യാഥാർത്ഥ്യമാണ്. പരാജയപ്പെടാതെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയം എന്ന് നമ്മൾ കരുതുന്നത് പോലും നമ്മളിൽ എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം.
കരയാതെ തളരാതെ പിടിച്ചു നിൽക്കുന്നവരെ ഭയപ്പെടണം. കാരണം ഏറ്റവും വലിയ പ്രതിസന്ധികളെ തോൽപ്പിച്ചിട്ടുള്ളവർക്കേ അത് സാധിക്കൂ. നമ്മളെ മറ്റുള്ളവർ അസ്വസ്ഥരാക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ ശ്രമിച്ചാൽ പ്രതികരിക്കരുത്. കാരണം അവരെ സന്തോഷിപ്പിക്കുക എന്നത് നമ്മുടെ ജോലിയല്ല. നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്നതിനെ അല്ല, നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കുന്നതിനെ പിന്തുടരുക. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്നു തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നൊന്ന് ഉണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്, പ്രവർത്തിക്കുക. ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മുൻകൂറായി വിലയിരുത്തുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മനുഷ്യരുടെ സ്വഭാവം. നമ്മൾ ഉറ്റ സുഹൃത്ത് എന്ന് കരുതുന്നവരും കാലത്തിനനുസരിച്ച് മാറിയേക്കാം. ഏതൊരു സുഹൃത്തിനെയും ആവശ്യത്തിലധികം ആശ്രയിക്കാതിരുന്നാൽ ജീവിതത്തിൽ നിരാശപ്പെടുന്നതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നവർ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മളെ തള്ളിപ്പറയുകയോ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്താൽ നമ്മൾ വളരെയധികം വേദനിക്കും. എത്രത്തോളം നമ്മൾ ആശ്രയിക്കുന്നുവോ അത്രത്തോളം വേദനയുടെ കാഠിന്യവും കൂടും. നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. ആശ്രയിക്കാതെ ജീവിക്കാൻ ശീലിച്ചാൽ പൂർണ്ണ സന്തോഷം കണ്ടെത്താം. പഠനങ്ങൾ പറയുന്നത് തങ്ങളോട് നിരന്തരം സംസാരിക്കുന്നവരെക്കാൾ തങ്ങളെ അവഗണിക്കുന്നവരെയാണ് സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുക. എന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ട ആവശ്യമില്ല, അവരെ ഒഴിവാക്കുക. ഒരില കൊഴിഞ്ഞെന്നു കരുതി ഒരു മരം വീണ ചരിത്രം ഉണ്ടായിട്ടില്ല. തണലായിരുന്നവർ തളരുമ്പോൾ തുണയാകാൻ മറക്കരുത്. തളരുന്ന ഒരു കാലം എല്ലാവർക്കും വരുമെന്ന് ഓർക്കുക. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്നും ആർക്കും അറിയില്ല. മറ്റുള്ളവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടത് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ, മറക്കാൻ കഴിയില്ല. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. തനിച്ചാവുമെന്ന ഭയത്തിൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം വരുന്നൊരു കൂട്ട് അസാധ്യമാണ്. വിഷത്തിൽ നിന്നായാലും അമൂല്യമായ അമൃത് ലഭിക്കുമെങ്കിൽ അത് സ്വീകരിക്കണം. ഒരു വസ്തു സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അതിന്റെ ഗുണം നോക്കിയിട്ടാണ്, എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നോക്കിയിട്ടല്ല. ആരെയും പെട്ടെന്ന് സ്നേഹിക്കരുത്, ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്, ആരെയും പെട്ടെന്ന് വിലയിരുത്തരുത്. ഒന്നിൽ നിന്നും പെട്ടെന്ന് പിന്തിരിയരുത്. ഒരുപാട് പ്രതീക്ഷിക്കരുത്, ഒരുപാട് സംസാരിക്കരുത്. ജ്ഞാനിയായ മനുഷ്യൻ തനിക്കുണ്ടാകുന്ന വേദനകളെ സഹിക്കുന്നു, അംഗീകരിക്കുന്നു. എന്നാൽ ഒരിക്കലും അതിനെ ഭയന്ന് പിന്മാറുന്നില്ല. നാം തളരുമ്പോൾ യഥാർത്ഥത്തിൽ ചേർത്ത് പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മോട് സ്നേഹമുള്ളവർ. ബാക്കി എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മോട് സഹകരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം അനിയന്ത്രിതമായ ചിന്തകളെ പോലെ നിങ്ങളുടെ ഏറ്റവും മോശമായ ശത്രുവിനു പോലും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. അസുഖം, നിർഭാഗ്യം, പട്ടിണി, അഗ്നിവേശം എന്നിവയുടെ സമയത്ത് നിങ്ങളെ സഹായിക്കുന്നവൻ വാസ്തവത്തിൽ നിങ്ങളുടെ യഥാർത്ഥ സഹോദരനാണ്. ഒരു തവണ നിങ്ങളിലുള്ള വിശ്വാസം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ആ വിശ്വാസം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിന്റെ ഇഷ്ടികൾ എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് കൂടുതലും. ഒറ്റപ്പെട്ടു എന്ന് തോന്നലുണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ്. ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്ക് അവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല, മറ്റാരേക്കാളും നമ്മളെ അവർ മനസ്സിലാക്കുമെന്ന് കരുതിയിട്ട് കൂടിയാണ്.
നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നു പോകാൻ ശ്രമിക്കുക. അവർക്ക് നിങ്ങളോട് തിരിച്ച് സ്നേഹമുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താൻ ഇത് സഹായിക്കും. വാക്കുകൾ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം ഇരുട്ടായി തോന്നുന്നുവെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ വെളിച്ചം. തണൽ നൽകേണ്ട ചില്ലകളിൽ നിന്ന് ചൂടേൽക്കുമ്പോഴാണ് പല കിളികളും കൂടുമാറുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളെ ബഹുമാനിക്കുക. കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഒരിക്കലും ഇവിടെ ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് ചിന്തിക്കുന്നതിനു പകരം നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കുക. അപ്പോൾ ഹൃദയം അസ്വസ്ഥമാവില്ല. എല്ലാം അറിയാമെന്ന് ധരിക്കുന്ന നിമിഷം ഒരു തുടക്കമാണ്, അറിവില്ലായ്മയുടെ തുടക്കം. കാര്യങ്ങൾ മെച്ചപ്പെടുമെന്നതിൽ ശക്തരായിരിക്കുക. ഇപ്പോൾ കൊടുങ്കാറ്റായിരിക്കാം, പക്ഷെ ഒരിക്കലും എന്നേക്കുമായി ഇത് നിലനിൽക്കില്ല. മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. ആരോടും തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത വ്യക്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രൻ. നുണയനുള്ള ശിക്ഷ ആരും അയാളെ വിശ്വസിക്കില്ല എന്നത് മാത്രമല്ല, അയാൾക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നതുകൂടെയാണ്. നിങ്ങളുടെ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് പറയുക, അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാർ, അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല, ബന്ധുക്കളുമില്ല. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും, നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ പക്കലുള്ളതിന് എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ധാരാളം ആളുകൾക്ക് ഒന്നുമില്ല എന്ന വസ്തുത തിരിച്ചറിയുക. സ്നേഹം ഭിക്ഷയായി ചോദിച്ചു വാങ്ങരുത്. ഏറ്റവും വില കുറഞ്ഞ നാണയത്തുട്ടുകളാണ് പലപ്പോഴും ഒരു യാചകന് ലഭിക്കുന്നത്. ആഗ്രഹിക്കാം, പക്ഷെ ലഭിക്കണമെന്ന് വാശി പിടിക്കരുത്. സ്നേഹിക്കാം, പക്ഷെ അവർ തിരിച്ച് സ്നേഹിക്കണമെന്ന് വാശി പിടിക്കരുത്. വയറ്റിലെത്തിയ വിഷം ഒരാളെ മാത്രം കൊല്ലുന്നു, എന്നാൽ ചെവിയിലെത്തിയ വിഷം നിരവധി ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നു. അറിയാത്തവരെ പറഞ്ഞു മനസ്സിലാക്കാം. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയില്ലെന്ന് നടിക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരിക്കലും സാധ്യമല്ല. അവർക്ക് മുന്നിൽ മൗനമാണ് നല്ലത്. ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ മതി. ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം. നിങ്ങളെ ഇപ്പോൾ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ പുഞ്ചിരിയും കണ്ണുനീരിന്റെയും പിന്നിലെ കാരണം അവരല്ല എന്ന് തെളിയിക്കുക എന്നതാണ്. ഏതൊരു നാട്ടിലാണോ തനിക്ക് ആദരവ്, ഉചിതമായ തൊഴിൽ, ബന്ധുക്കൾ, വിദ്യാർജനത്തിനുള്ള സൗകര്യം എന്നിവയില്ലാത്തത് അവിടം ഉപേക്ഷിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത്. ഏറ്റവും വിഷമകരമായ കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ്. ബാക്കിയുള്ളത് വെറും സമർപ്പണം മാത്രമാണ്. എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല. നിങ്ങളുടെ പദ്ധതികൾ എത്രമാത്രം മികച്ചതാണെന്നത് പ്രസിദ്ധമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലെങ്കിൽ നിങ്ങൾ അധികം മുന്നോട്ട് കൊണ്ടുപോകില്ല. കളിയാക്കലുകളും വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം. കഠിനാധ്വാനത്തിലൂടെ വിജയത്തിലെത്തിയാലും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. വരുന്ന പാഴ്വാക്കുകളാക്കി തള്ളിക്കളയുക. ഏതു സന്ദർഭത്തിലും നിങ്ങളെ മോശക്കാരനാക്കുവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാവും. അവരോട് പ്രതികരിക്കുവാൻ ശ്രമിക്കരുത്. അതൊരു മനോരോഗമാണെന്നവർ തിരിച്ചറിയുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും ചോർന്നു പോകാനുള്ളത് ചോർന്നു പോകും. എത്ര അകലെ ആയാലും നമ്മിലേക്ക് വന്നു ചേരാനുള്ളത് നമ്മിലേക്ക് തന്നെ വന്നു ചേരും. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവ് ഉദയം കൊള്ളുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു.
ഒരു സ്വപ്നം നിറവേറ്റാൻ സമയമെടുക്കുന്നതിനാൽ അതൊരിക്കലും ഉപേക്ഷിക്കരുത്. സമയം എന്തായാലും കടന്നുപോകും. നിങ്ങളുടെ മോശം ഭാവി സാഹചര്യത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദിയാകരുത്. നിങ്ങൾക്ക് വിജയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിജയിക്കുക. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ് ശ്രദ്ധയോടെ കേൾക്കുന്നവൻ. പഠിച്ചതെല്ലാം ഓർത്തുവെക്കാനായാൽ പരീക്ഷയിൽ വിജയിക്കാനാകും. അനുഭവിച്ചത് പലതും മറക്കാനായാൽ ജീവിതത്തിൽ വിജയിക്കാനാകും. നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകൾ കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്ന് ഓർക്കുക. എപ്പോഴും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുക. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുക. കേട്ടറിയുന്ന കാര്യങ്ങൾ അവഗണിക്കുക. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിൽ ആരോഗ്യകരമായി മത്സരിക്കാൻ ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ എത്ര സമയം ചിലവഴിച്ചു എന്നതിൻ്റെ ഫലമാണ് വിജയം. സ്ത്രീകൾ അവർക്ക് ആകർഷണം തോന്നുന്ന പുരുഷനെ നോക്കി ചിരിക്കുന്നു. എന്നാൽ പുരുഷന്മാർ തങ്ങളെ നോക്കി ചിരിക്കുന്ന സ്ത്രീകളിൽ ആകൃഷ്ടരാകുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ അവരുടെ തെറ്റുകൾക്കിടയിലും നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിരുപാധികമായി സ്വയം സ്നേഹിക്കുക.